അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില വീണ്ടും ഉയരുന്നു. RSS 4-ന് 217 രൂപയായി. ഇപ്പോൾ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ റബ്ബർ ബോർഡ് നടപടി ആരംഭിച്ചു എന്ന വാർത്ത. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും കർഷകർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ, ബാങ്കോക്ക് വിപണിയിലാണ് ഈ RSS 4-ന്റെ വില 217-നടുത്ത് വന്നിരിക്കുന്നത്. RSS 1-ന് 220 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു വില വർധനവ് അന്താരാഷ്ട്ര വിപണിയിൽ അതിങ്ങനെ മുകളിലേക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്താരാഷ്ട്ര തലത്തിൽ ഇതിന്റെ ഈ ഉൽപാദനം കുറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരു വിലക്കയറ്റത്തിന് കാരണമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. എന്തായാലും ഈ ആഭ്യന്തര വിപണിയിലെ കർഷകർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നേരിയ രീതിയിൽ ഈ ഒരു വില വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ന് 174 രൂപയായിട്ടുണ്ട് ഈ RSS 4-ന്റെ വില. അതോടൊപ്പം തന്നെ റബ്ബർ ബോർഡ് ഒരു അടിയന്തര യോഗം കൂടി ചേരുന്നുണ്ട്. അത് ഈ കയറ്റുമതി നടത്തുന്ന സംരംഭകരുടെ, കയറ്റുമതിക്കാരുടെ ഒരു യോഗം അടിയന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഈ എക്സ്പോർട്ട്, അതായത് ഈ കയറ്റുമതി കൂട്ടാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആഭ്യന്തര കർഷകർക്ക് ഒരു വില വർധനവ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതിപ്പോൾ വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഈ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രദേശങ്ങൾ കൂടുതലുള്ളത് മധ്യ കേരളത്തിലാണ്. അപ്പോൾ അവിടുത്തെ കർഷകരെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ സജീവ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ഇത് സംഭരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം. അങ്ങനെ കടന്നാൽ മാത്രമേ കർഷകർക്ക് കൂടുതൽ വില ലഭിക്കൂ എന്നാണ് പറയുന്നത്. എന്തായാലും ആശ്വാസത്തിന്റെ വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്ന വരും ദിവസങ്ങളിൽ കർഷകർക്ക് കൂടുതൽ വില ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. താങ്ക് യു, ടോബി ജോൺസൺ.